വെന്തുരുകി കേരളം. കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് എന്നിവരാണ് ചേരുന്നത്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, തൃശൂരിൽ ഈ ഉഷ്ണതരംഗ സാഹചര്യം തുടരുകയാണോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? വേണു, നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തൃശ്ശൂരിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് മൂന്നാം ദിവസമാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മൂന്നാം ദിവസമാണ് ഇന്ന്. പക്ഷേ മൂന്നാം ദിവസത്തിലെത്തുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു ആശ്വാസം തൃശ്ശൂരിനുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തൃശ്ശൂരിൽ പലയിടങ്ങളിലും നേരിയ തോതിലൊരു മഴ ലഭിച്ചിരുന്നു. അതൊരു ആശ്വാസമായാണ് കാണുന്നത്. നിലവിലെ മഴ പെയ്തതിൻ്റെ ചൂട് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയാണെങ്കിൽ പോലും കടുത്തൊരു ചൂടിലേക്ക് ഇതുവരെ തൃശ്ശൂർ കടന്നിട്ടില്ല. ചെറിയ മേഘാവൃതമായ രീതിയിലാണ് തൃശ്ശൂരിൽ പലയിടങ്ങളും ഉള്ളത്. അതുകൊണ്ട് ആശ്വസിക്കാനുള്ളൊരു വകയുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തൃശ്ശൂർക്കാർ ഉള്ളത്. പക്ഷേ പതിവ് പോലെ തന്നെ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട്. കാരണം ഇപ്പോൾ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയപ്പെടുന്നു. പക്ഷേ അത് 40-നടുത്ത് ചൂട് അനുഭവപ്പെടുന്നുമുണ്ട്. എന്തായാലും നിലവിൽ തൃശ്ശൂരിൽ അത്ര ഭയാനകമായ ചൂട്, കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട അത്രയും ഭീകരമായ ചൂട് ഇന്നത്തെ ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. വേണം. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ചേരുന്നു. അലക്സ്, സംസ്ഥാനത്ത് ഈ കൊടും ചൂട് തുടരുമോ? പലയിടങ്ങളിലും വേനൽ മഴ കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളുമുണ്ടോ? വേണു, പ്രതീക്ഷ നൽകുന്ന വിവരമുണ്ട്. അതായത് സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള 12 ജില്ലകളിൽ വേനൽ മഴ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ ലഭിച്ചേക്കും എന്നാണ് പറയപ്പെടുന്നത്. ആ മഴയ്ക്കൊപ്പം കാറ്റിന് കൂടി സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുവായ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അതേസമയം തന്നെ സംസ്ഥാനത്ത് ഈ പകൽ സമയം, പ്രത്യേകിച്ച് ഉച്ചവരെയൊക്കെ ഉള്ള സമയത്ത് പലയിടങ്ങളിലും അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നത് ഈ ഒരാഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ആ തരത്തിൽ തന്നെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ അതിതീവ്രമായ ചൂട്, അതിശക്തമായ ചൂട് പല മേഖലയിലും രേഖപ്പെടുത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തൃശ്ശൂരിൽ സമാനമായി 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള 4 ജില്ലകളിൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും മറ്റു 3 ജില്ലകളിൽ തൃശ്ശൂരിലും ആലപ്പുഴയിലും കോഴിക്കോടും യെല്ലോ അലേർട്ടുമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മറ്റു ജില്ലകൾക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പാലക്കാടിനൊപ്പം തൃശ്ശൂർ, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കാസർഗോഡ്, മലപ്പുറത്ത് 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വേണു, ഇന്നലത്തെ കണക്ക് പരിശോധിച്ചാൽ പാലക്കാട് ഇന്നലെ ഉയർന്ന താപനിലയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ചൂട് പാലക്കാട് രേഖപ്പെടുത്തിയത്. അതേസമയം മറ്റു ജില്ലകൾ, അതായത് തൃശ്ശൂരും അതുപോലെ മറ്റു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്ന ജില്ലകളിലും ചെറിയ ഭേദമുണ്ട് എന്ന കണക്ക് കൂടി ഇന്നലത്തെ കാലാവസ്ഥാ കണക്കുകളിൽ നിന്ന് വരുന്നുണ്ട്. ചെറിയ ആശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതേസമയം തന്നെ ഈ അറബിക്കടൽ, അത് ഇന്നലെ അടക്കം അറബിക്കടലിലെ താപനില, രാത്രി താപനിലയും ഉയർന്ന നിലയിലായിരുന്നു എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതിനാൽ തീരത്ത്, കേരള തീരത്ത് അതുപോലെ തെക്കൻ തമിഴ്നാട് തീരത്തൊക്കെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വേണു. ശരി, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സംസ്ഥാനത്ത് ഏറ്റവും ഉരുകിയൊലിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെയും സ്ഥിതി പതിവിൽ നിന്ന് വ്യത്യസ്തമല്ല വേണു. പാലക്കാട് ഉരുകിയൊലിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലുന്ന ചൂടല്ല കൊല്ലുന്ന ചൂടായി മാറുകയാണ് പലപ്പോഴും. സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഈ വഴിയോരങ്ങളിൽ ഇരുന്ന് കച്ചവടം നടത്തുന്ന ആളുകൾ, അവരൊക്കെയാണ് ഏറ്റവും അധികം
പ്രയാസം അനുഭവിക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നത്. ചൂടിന് ഒരു കുറവുമില്ല, എന്നാൽ മഴയുടെ ഒരു സൂചനയും ഇല്ല. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലെ ജോലി പരമാവധി ഒഴിവാക്കുകയാണ് ഇപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. നിർബന്ധപൂർവ്വം തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കൺസ്ട്രക്ഷൻ ജോലികൾ, അതോടൊപ്പം തന്നെ ഈ പകൽ സമയങ്ങളിലുള്ള മറ്റു ജോലികളെല്ലാം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ട്, നിങ്ങളിപ്പോൾ ഓടുന്നുണ്ടോ പകൽ സമയങ്ങളിൽ? ഒരു 12 മണിയാകുമ്പോൾ കുറച്ച് നിർത്തിയിട്ട് ഒരു 2-3 മണി കഴിഞ്ഞിട്ട് ഓടണം. എന്താണ് യാത്രക്കാരൊക്കെ പറയുന്നത്? എല്ലാം ചൂടും തന്നെ പറയുന്നത്, ഭയങ്കര ചൂടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളൊരു 12 മണിക്ക് നിർത്തും, എന്നിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഓടും. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ഓടിയാൽ മുതലാകില്ല, എന്ത് ചെയ്യാനാ? വല്ല എന്തെങ്കിലും പറ്റിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ. ഇന്നലെ വേണു വീടിനകത്തിരുന്ന ഒരാൾക്ക് വരെ, വീടിനകത്ത് കിടക്കുകയായിരുന്ന ഒരാൾക്ക് വരെ സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം ഭീതിതമാണെന്ന് നമുക്കറിയാം. നമുക്കൊരു ഹോട്ടലിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാം. ചേട്ടാ, ഈ ചൂട് ഇങ്ങനെ കൂടി വരുമ്പം എങ്ങനെയാണ് അത് നിങ്ങളെയൊക്കെ ബാധിക്കുന്നത്? തീർച്ചയായും കസ്റ്റമർ നല്ലോണം കമ്മിയായിട്ടുണ്ട് ചൂട് സമയത്ത്. ഇപ്പോൾ കൂടുതലായിട്ട് അവർക്കിപ്പോൾ ഡെലിവറി പോകുന്നുണ്ട്, പിന്നെ അതുപോലെ പിക്കപ്പിൽ ജസ്റ്റ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഡൈനിങ്ങിലും നല്ലോണം ബാധിച്ചിട്ടുണ്ട് പാലക്കാട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. പക്ഷേ ഡൈനിങ്ങൊക്കെ ലഞ്ച് സമയത്ത് ഇത് കടകളിൽ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കടകളിൽ വന്നിരുന്ന ആളുകൾ കഴിക്കുന്നത് നന്നേ കുറഞ്ഞു എന്നാണ് കടയുടമകളൊക്കെ പറയുന്നത്. അവരെല്ലാവരും തന്നെ ഓർഡർ ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുക, അതല്ലാതെ ഈ ചൂട് സമയത്ത് കടകളിൽ വന്നിരുന്ന് കഴിക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നില്ല. ഇതാണ് പാലക്കാട്ടെ പൊതു സാഹചര്യം. നിലവിലത്തെ സ്ഥിതികൾക്ക് ഒരു മാറ്റവുമില്ല. വേണു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, കോഴിക്കോടും എന്താണ് കാലാവസ്ഥാ സാഹചര്യം? അവിടെയും മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? വേണു, അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. ഏതാണ്ട് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാവിലെ ചെറിയ രീതിയിൽ മഴ ചാറിയിരുന്നു. ഒപ്പം ചെറിയ അളവിൽ ഈ കാർമേഘങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയത്താണ്. ഇന്ന് ചില കടകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്, കാരണം ഇന്ന് തൊഴിലാളി ദിനമാണ്. അതിനാൽ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. എന്നാലും ഇവിടെ ഈ കൂടുതലായി ആൾക്കാർ എത്തുന്നതും ഈ കച്ചവട ആവശ്യങ്ങൾക്ക് ആൾക്കാർ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ പാളയം മാർക്കറ്റ്. നമുക്ക് ഇവിടെയുള്ള ചിലരുടെ പ്രതികരണം കൂടി ഈ ചൂടുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കച്ചവടം എന്നുള്ളതും കൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് കച്ചവടം? ഈ ചൂട്, നല്ല ചൂടാണ്, ആൾക്കാരൊക്കെ എത്തുന്നതിൽ കുറവുണ്ടോ? ഇല്ല, കുറവൊന്നുമില്ല, ആള് വരുന്നുണ്ട്, കുറവൊന്നുമില്ല, ആൾക്കാർ കുറവൊന്നുമില്ല. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? കുഴപ്പമില്ല. ചൂട് വല്ല ആൾക്കാർ വൈകുന്നേരത്തിൽ നിൽക്കില്ലല്ലോ, ഇതാ വന്ന് പോകുന്നുണ്ട്, സാധനം വാങ്ങി പോകണേ അറിയില്ല. ആൾക്കാരൊക്കെ ഇഷ്ടമായി വരുന്നുണ്ട്. നമ്മളൊക്കെ നല്ലോണം മാർക്കറ്റിൽ നിന്നാണ് പർച്ചേസ് നടത്തുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂട് സഹിക്കാൻ പറ്റില്ല. മെയിൻ വാർത്തകൾ തന്നെ ചൂട്, സൂര്യാഘാതം വരെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞത് കണ്ടില്ല, നിങ്ങൾ വേർത്ത് ഉരിക്കുക. എന്താ ചൂട്? ഇനിയും ചൂട് കൂടുന്ന പറഞ്ഞത്. എന്താ ജീവിക്കാൻ സാധിക്കുന്നില്ല, അമ്മായി ചൂട്. ചില ആൾക്കാരൊക്കെ അവിടെ AC വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു തണുപ്പാണ്, നല്ല സുഖമാണ്. എന്താ അതിനകത്ത് എനിക്ക് മനസ്സിലാവില്ല. ഇനിയും ചൂട് കൂടുന്ന പറയുന്നത്. ചൂട് എന്താ കണ്ടില്ല ഞങ്ങൾ. ഏതായാലും വേണു, ഇങ്ങനെ തന്നെയാണ് ചൂട്, വളരെ അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരും ഒരു ചെറിയൊരു വേനൽ മഴ ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് കോഴിക്കോടുള്ള എല്ലാവരും തന്നെയുള്ളത്. വേണു. ശരി, സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന്, അശ്വിൻ പാലാഴി, നിഖിൽ പ്രമേഷ്, അലക്സ് മുഹമ്മദ് എന്നിവരാണ് വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.